യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, സ്വാഗതം ആശംസിച്ച KMEA ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ജനാബ് റിയാസ് അഹമ്മദ്, അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ ശ്രീ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, റിപ്പോർട്ട് അവതരിപ്പിച്ച ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ബഹുമാന്യനായ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായ കായിക വഖഫ് റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവർകളെ, ഓഡിയോ വിഷ്വൽ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യുന്ന പ്രതിപക്ഷ ഉപനേതാവ് ബഹുമാന്യനായ ജനാബ് PK കുഞ്ഞാലിക്കുട്ടി അവർകളെ, ബഹുമാന്യനായ MLA ശ്രീ ജനാബ് കുറുക്കോളി മൊയ്തീൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, വളരെ അഭിമാനകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് ഈ പോളിടെക്നിക് കോളേജ് ഇപ്പോൾ കടന്നു പോകുന്നത്. സ്വാതന്ത്ര്യ സമര കാലയളവിൽ ആരംഭിച്ച പൊതുജീവിതം വളരെ ദിശാബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി നിയമജ്ഞൻ എന്ന നിലയിലും നിയമസഭാ അംഗം എന്ന നിലയിലും സ്പീക്കർ എന്ന നിലയിലുമെല്ലാം വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിച്ച് ജീവിതാനുഭവങ്ങൾ സമാഹരിച്ച വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയായ KM സിദി സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ഈ കലാലയത്തിൻ്റെ വികസന വഴികളിൽ വളരെ തിളക്കമാർന്ന ചില അധ്യായങ്ങൾ ഒരുമിച്ച് തുറക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ സിദി സാഹിബ് അവർകളുടെ ജന്മനാട്ടിൽ തന്നെയാണ് ഞാനും ജനിച്ചത് എന്നുള്ള ഒരു സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. കാലത്തിന് അനുസൃതമായ മാറ്റങ്ങളിലൂടെ അതിവേഗം സഞ്ചരിക്കാൻ ഈ പോളിടെക്നിക്കിന് സാധിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകത്തിന് അനുസൃതമായ നിലയിൽ സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ലോകത്ത് നമ്മുടെ കുട്ടികൾ പുറന്തള്ളപ്പെടാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ അവരെ ഈ പുതിയ കാലം ഉയർത്തുന്ന വെല്ലുവിളികളെയൊക്കെ ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്ന പ്രതിജ്ഞാബദ്ധതയോടുകൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളാകെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്നവരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യാരംഗത്ത് പോളിടെക്നിക്കുകൾക്കും എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും വലിയ രീതിയിലുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൻ്റെ മേഖലയിലും അക്കാദമികമായ ഉള്ളടക്കം ഗുണമേന്മയുള്ളതാക്കി തീർക്കുന്നതിനും ഇൻഡസ്ട്രി അക്കാദമിയ ഇൻ്റർഫേസ് വ്യവസായ മേഖലയും വിദ്യാഭ്യാസ മേഖലയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമെല്ലാം നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഈ സന്ദർഭത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഏൺ വൈൽ യു ലേൺ, പഠിക്കുമ്പോൾ തന്നെ അല്പം സമ്പാദിക്കുക എന്നുള്ള ആശയം, തൊഴിലാഭിമുഖ്യവും സംരംഭകത്വ താല്പര്യവുമെല്ലാം വിദ്യാർത്ഥികളിൽ വളർത്താൻ ഉതകുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പോലുള്ള പദ്ധതികൾ പോളിടെക്നിക് കോളേജുകളിൽ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ കലാലയവും ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നല്ല നിലയിൽ ഇടപെടുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ്, നൈപുണിയുടെ അപര്യാപ്തത, അത് കുറച്ചു കൊണ്ടുവന്നുകൊണ്ട് അന്തർദേശീയവും ദേശീയവുമായ തൊഴിലവസരങ്ങളിലേക്ക്
അഭിമാനത്തോടെ കടന്നു ചെല്ലാൻ നമ്മുടെ വിദ്യാർത്ഥികളെ ഒരുക്കുക എന്ന പ്രക്രിയ കേരളീയ സമൂഹത്തിൽ സാങ്കേതിക വിദ്യാലയങ്ങളിൽ ഏറ്റവും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കലാലയം വളരെ ഭംഗിയായി തന്നെ നേരത്തെ മുതലേ അതിൻ്റെ പങ്ക് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതും അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ NBA അക്രഡിറ്റേഷൻ 6 ബ്രാഞ്ചുകൾക്കും നേടിയെടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം ഈ ചടങ്ങിൽ പങ്കുവയ്ക്കുകയാണ് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ. അത് ഇവിടെ പ്രഖ്യാപിക്കും. ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണത്. അതുപോലെ ഏറ്റവും മികച്ച സൗകര്യങ്ങളോടുകൂടിയ ഒരു അക്കാദമിക് ബ്ലോക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എൻ്റെ ചുമതല എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് തന്നെ കമ്പ്യൂട്ടർ സംബന്ധിയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സൗകര്യമുള്ള ഒരുപാട് കമ്പ്യൂട്ടറുകൾ അവൈലബിൾ ആക്കുന്ന കമ്പ്യൂട്ടർ ലാബ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ലാബ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് സസന്തോഷം അറിയിക്കുന്നു. ഇവിടെ വന്നപ്പോൾ ബഹുമാന്യനായ പ്രിൻസിപ്പലും മറ്റ് അധ്യാപകരും അറിയിച്ചത് ഈ സമീപത്തുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികളെ കൂടി സാങ്കേതിക വിദ്യാരംഗത്തേക്ക് പ്രചോദിപ്പിക്കുന്നതിന് അവർ ധാരാളം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർ നടത്തുന്ന ക്ലാസ്സുകളുടെ ഭാഗമായി ആ ആനുകൂല്യത്തിലേക്ക്, ആ പദ്ധതിയുടെ ആനുകൂല്യത്തിലേക്ക് ധാരാളം വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്നതിന് സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായും 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സഹായങ്ങളും മെൻറ്ററിങ്ങും ഗൈഡൻസും ഒക്കെ നൽകുന്ന പദ്ധതിയാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികവാർന്ന സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പോളിടെക്നിക് കോളേജുകളിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി ഏറ്റവും മികച്ച നിലയിൽ ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു ക്യാമ്പസാണത്. ലഭ്യമാകുന്ന അവസരങ്ങൾ നന്നായി ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുങ്ങാൻ സാധിക്കട്ടെ. പോളിടെക്നിക് കോളേജുകളിലാണ് ഏറ്റവും ഉയർന്ന പ്ലേസ്മെൻറ്റ് ഉള്ളത് എന്ന സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളെ അപേക്ഷിച്ച് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ പഠിക്കുന്ന നമ്മുടെ പോളിടെക്നിക് കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വലിയ തൊഴിലവസരമാണ്. ഇവിടെ നമ്മുടെ ബഹുമാന്യനായ ചെയർമാൻ ഇടപെട്ടുകൊണ്ട്, ഡോക്ടർ അൻവർ അമീൻ ഇടപെട്ടുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദേശത്തടക്കം തൊഴിൽ ലഭിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു മാം.